ഈ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലേക്കൊന്ന് പോകണം. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ അവിടെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ മഹായുതിയും മഹാവികാസ് അഘാഡിയും തുടങ്ങിക്കഴിഞ്ഞു. തൂക്ക് മന്ത്രിസഭയ്ക്ക് സാധ്യതയെന്ന സർവേ ഫലങ്ങൾക്ക് പിന്നാലെ ചെറുപാർട്ടികളെയും സ്വതന്ത്രരെയും ഒപ്പം നിർത്താനാണ് ഇരുവിഭാഗത്തിന്റെയും ശ്രമം. നാളെ വോട്ടെണ്ണൽ കഴിഞ്ഞാലുടൻ മുംബൈയിലെത്താൻ സ്ഥാനാർത്ഥികൾക്ക് മുന്നണികൾ നിർദ്ദേശം നൽകി. കൂറുമാറ്റ ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന്. ആർ രാധാകൃഷ്ണൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇവിടെ കേരളത്തിലെ കണക്ക് മാത്രമല്ല മഹാരാഷ്ട്രയിലെ കണക്ക് അത് വെച്ചുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് ഇതിനകം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത്? സുജയ, മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഒരു നിമിഷം കൊണ്ട് തന്നെ മറുകണ്ഠം ചാടുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു രീതി മഹാരാഷ്ട്രയിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റവും അടിസ്ഥാനമായി പരിഗണിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ പുറത്തു വന്നിരിക്കുന്ന അഭിപ്രായ സർവേകൾക്ക് ഏതെങ്കിലും വിധത്തിലൊരു മുൻവിധി നൽകാതെയാണ് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുപ്പ് നടത്തുന്നത്. ഈ മറുകണ്ഠം ചാട്ടം സർവ്വസാധാരണമായതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരോടെല്ലാം ഈ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ഉടൻ മുംബൈയിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്തുകൊള്ളാനായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. BJP അവരുടെ മത്സരിച്ച സ്ഥാനാർത്ഥികളോട് നാളെ തന്നെ മുംബൈയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വോട്ടെണ്ണൽ പൂർത്തിയായാൽ ഉടൻ നൽകി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസും സമാനമായിട്ട് ആ വിധത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. NCPയെ സംബന്ധിച്ചും അവരുടെ ഭാഗത്തു നിന്നും ആ വിധത്തിലുള്ള നിർദ്ദേശം രണ്ട് വിഭാഗങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ തൂക്കുമന്ത്രിസഭയാണ് എന്ന വിധത്തിലുള്ള കണക്കുകൂട്ടലാണ് ഇരു വിഭാഗവും നടത്തുന്നത്. അതിന് ആസ്പദമായിട്ട് അവരുടെ സംഘടനാപരമായിട്ടുള്ള രീതിയിൽ അവർ നടത്തിയ കണക്കുകൂട്ടലിൽ ആ രീതിയിലാണ് അവർ ഈ വിഷയത്തെ പരിഗണിച്ചിരിക്കുന്നത്. 65% ആണ് പോളിംഗ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉണ്ടായിരിക്കുന്ന പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന വർധനവ് അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഇരു വിഭാഗങ്ങളും കരുതുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും അതിനെ രാഷ്ട്രീയമായിട്ട് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇതിന്റെ ഭാഗമായി നടത്തിയിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രധാനപ്പെട്ട BJPയുടെയും കോൺഗ്രസിന്റെയും പ്രധാന നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാർ, മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചവർ ഇപ്പോൾ ഇതിനകം തന്നെ മുംബൈയിലേക്ക് വന്നിട്ടുണ്ട്. ശേഷിച്ചവർ നാളെ വോട്ട് എണ്ണി തീരുന്നതിന് മുമ്പായിട്ട് മുംബൈയിലേക്ക് എത്തുകയും ചെയ്യും. അതിനുശേഷം വേഗത്തിൽ തന്നെ നടപടികളൊക്കെ പൂർത്തിയാക്കി മന്ത്രിസഭാ രൂപീകരണ സാധ്യതകൾ ആരായുകയാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം. BJP ഇതിനകം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഫ്ലോർ മാനേജർമാരെ മഹാരാഷ്ട്രയിൽ പല ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ചെറിയ രാഷ്ട്രീയ പാർട്ടികളുമായും അവരുടെ കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? റിസോർട്ട് പൊളിറ്റിക്സ് ഒക്കെ ഇത്തവണ നമ്മൾ വീണ്ടും കാണേണ്ടി വരുമോ? എങ്ങനെയൊക്കെ ആയിരിക്കും അവിടുത്തെ കൂട്ടലും കിഴിക്കലും? അതൊക്കെ ഒന്ന് എടുത്തു വെച്ചോളൂ. എക്സിറ്റ് പോളുകളുടെ ഒരു ആത്മവിശ്വാസം മുന്നിലുണ്ടെങ്കിൽ പോലും ഇരുപക്ഷവും ഒരേപോലെ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ RK പങ്കുവയ്ക്കുന്ന വിവരം.